നേരാങ്ങനെ ക്ഷമിക്കും. എന്റെ ശക്തിയുടെ ദേവനായ ആരോമനാകളെ പൊറുക്കിൻ. കാര്യമില്ലാതെ ഒരു എറുമ്പിനെ പോലും കൊല്ലാത്തവളാണ് ഈ നേർപങ്ങളാർ. കടലിനോളം ക്ഷമിക്കാൻ കരുത്തുള്ളവളാണ് ഈ പെങ്ങൾ. എന്റെ ക്ഷമയെല്ലാം മൺപിട്ട പോലെ ഇടിഞ്ഞു പോയ ആങ്ങളെ. പക്ഷേ അധർമ്മത്തിന് വേണ്ടി പൊന്നാങ്ങളയുടെ മകൻ വാളെടുത്തിരിക്കുന്നു. ധർമ്മത്തിന് വേണ്ടി എന്റെ മകനും വാളെടുത്തിരിക്കുന്നു. നേരാങ്ങളയുടെ ചോരക്കച്ചയാണ്. ഇത്ര പാദങ്ങളാണ്. നാളെ സൂര്യൻ തലയ്ക്ക് മീതെ വരും മുമ്പ് പൊന്നാങ്ങളയുടെ മോൻ ചന്ദ്രപ്പന്റെ മാറിലെ രക്തം കുടിച്ച് ഈ വാളിന്റെ ദാഹം തീരും. ഇത് സത്യം, സത്യം. എന്റെ പൊന്നാർച്ച, നിന്റെ ആരോമനാങ്ങളെ പറയുന്നത് ഒന്ന് കേൾക്കുന്നു. എന്റെ മകനെ കൊല്ലരുത്, എന്റെ മകനെ കൊല്ലരുത് ആർച്ചേ. എന്റെ പൊന്നാർച്ചേ, നിന്റെ ആരോമനാങ്ങളെ പറയുന്നത് ഒന്ന് കേൾക്കുന്നു. എന്റെ മകനെ കൊല്ലരുത്, എന്റെ മകനെ കൊല്ലരുത് ആർച്ചേ. ആങ്ങളെ, എന്റെ പൊന്നാർച്ചേ, നീയല്ലേ അവന് പൊന്നും വയമ്പും വരച്ചു കൊടുത്ത് എന്റെ കുറ്റവും കുറവും തീർത്തത്? പൊന്നരഞ്ഞാൻ കെട്ടി കാവിന് വലത്തിട്ട് കളരി തൊഴിച്ച് ചന്ദ്രപ്പാന്ന് പേര് വിളിച്ചത് നീയല്ലേ ആർച്ചേ? അതെ അങ്ങനെ ഈ പകല് തന്നെയാണ്. എന്റെ മോനെ കൊല്ലില്ലെന്ന് പറയുന്ന ആർച്ചേ, പറയുന്നു. ഇല്ല അങ്ങനെ ഇല്ല. നമ്മുടെ 40 കളരിക്കാശാന്മാരെ കോലശ്രീ നാട്ടിലെന്നല്ല തുളുനാട്ടിലും അംഗശേഖവരുടെ അത്ഭുതം കാണിച്ച് കിടുകിട ഉറപ്പിച്ച ഈ ചന്ദ്രപ്പൻ ചേകവരെ നമ്മുടെ 40 കളരിയുടെയും ഗുരുക്കളായി നാം വായിച്ചിരിക്കുന്നു. ശിഷ്യന്മാരെ, മായാജാലങ്ങളുടെയും മഹേന്ദ്രജാലങ്ങളുടെയും നിറകുടമായ എന്റെ അമ്മാവ, പരിഹാസത്തിന്റെ തീച്ചൂളയിൽ ഉരുകിക്കഴിഞ്ഞ എന്റെ ആത്മാവിനെ ആദ്യമായി അഭിമാനത്തിന്റെ പൊൻതേരിലിരുത്തിയ ധീരതയുടെ പടവാളായ തമ്പിക്കുട്ടി, ഞാൻ ഇന്നു മുതൽ എന്നെ മുഴുവനായി നിങ്ങൾക്ക് തരുന്നു. ഇനി ഒരു ശക്തിക്കും എന്നെ പിടിച്ചു മാറ്റാൻ ഒക്കില്ല. ഈ ഉടവാളാണ് സത്യം. നാട്ടാരെ, നാം ജയിച്ചിരിക്കുന്നു. ജയഭേരി മുഴങ്ങട്ടെ, അഭ്യാസങ്ങൾ നടക്കട്ടെ. അമ്മ, എന്റെ അമ്മ വരുന്നു. അമ്മേ, അകത്തേക്ക് വരും. കയറി വരുന്നമ്മേ. ഞാനാണ് തമ്പിക്കുട്ടി. എല്ലാ വിവരങ്ങളും ചന്ദ്രപ്പൻ പറഞ്ഞറിഞ്ഞു. ഈ പെണ്ണെ, നീ എന്താ മരോട്ടിക്കാതിരുന്ന കാകനെ പോലെ വന്നേടം നിൽക്കണത്? ഇത് നമ്മുടെ വീട് തന്നെ. ഐത്തം കൽപ്പിച്ച് നിൽക്കണമെങ്കിൽ നിന്നോളി. വന്ന കാര്യം എന്തെന്ന് ചൊല്ലി. മാക്കം വരും. അമ്മയ്ക്ക് മകനോട് ഏതാണ്ട് പരിഭവം പറയാനുള്ള ഭാവമാണ്. പരിഭവം എന്റെ മകനോടല്ല, നിന്നോടാണ്. അന്യകുടി കയറി വന്ന് അഭിവേഗം പറയും. അന്യകുടിയാണെന്ന് ആങ്ങളക്ക് ഇപ്പോഴെങ്കിലും ബോധ്യമായത്.
ഒരേ ചോരയെ കൂട്ടി ഒഴുക്കാനും ഇടം കൊടുക്കല്ലോ. ക്ഷമിക്കും തമ്പിക്കുട്ടി. അമ്മേ, സ്നേഹക്കുറവ് കൊണ്ട് പറയണതല്ല. അമ്മ എന്തിനു വന്നെന്ന് ഞാൻ മനസ്സിലാക്കണം. അമ്മ ദയവായി പോയി ഈ മകൻ അങ്കത്തെട്ടിൽ ജയിച്ചു മുന്നേറാൻ പ്രാർത്ഥിക്കും. ഒരമ്മയുടെ മനോവേദന നിനക്ക് മനസ്സിലാവില്ല മോനെ. 40 കളരിക്ക് ഗുരുക്കളായ ചന്ദ്രപ്പച്ചേകവരുടെ അമ്മ മോൻ അംഗത്തിന് പോണം നിറഞ്ഞ് കണ്ണീരൊഴിക്ക നാട്ടുകാര് കളിയാക്കും. ക്ഷമിക്കണമ്മേ, ചന്ദ്രപ്പൻ അംഗം കുറിച്ചിരിക്കുകയാണ്. അതിനിടയ്ക്കുള്ള നാളിൽ മനസ്സിൽ ജീവനും മരണവും തമ്മിൽ ഏറ്റുമുട്ടുകയാണ്. അപ്പോൾ പെറ്റ തള്ളയുടെ കണ്ണീർ പന്തിയല്ല. ദേവജിയിൽ നിങ്ങൾ ഇവിടുന്ന് പോയിട്ടാണ്. അതേടാ, ജ്യേഷ്ഠനും അനുജനും തമ്മിൽ മൃഗങ്ങളെ പോലെ കുത്തിച്ചാവുന്നതാണ് നിന്റെ വിവേകം. അമ്മേ, അംഗം തൊടുക്കാൻ ഒരുത്തൻ വാളുയർത്തിയാൽ ഞാൻ എന്ത് ചെയ്യണം? മാളത്തിനോടി ഒളിക്കണം? ആയിരക്കണക്കിന് ആളിന്റെ വെട്ടത്ത്, നാട്ടിന്റെ ഉടയവന്റെ വെട്ടത്ത് മുഖത്തു നോക്കി പിഴച്ചു വെച്ച സന്തതി എന്ന് ചൊല്ലി വാളെടുത്താൽ ഞാൻ അവനെ പിടിച്ചുമ്മ വെക്കണോ, വാളെടുക്കണോ? എന്റെ ചോരയും നീരും ഞാനൊരു കമ്പോളത്തിലും പണയം വെച്ചിട്ടില്ലമ്മേ. ഇനി കൂടുതലൊന്നും എന്നെ കൊണ്ട് പറയിക്കും. കുടുംബം നോക്കാണ്ട്, മാനം നോക്കാണ്ട് അമ്മേന്റെയും മാമേന്റെയും മുഖത്ത് കരിവാരി തേച്ചിട്ട് മുലപ്പാലിന്റെ മഹത്വം പറയുന്നു. പോയി മകനെ, എന്നെ കൊന്നോളെ. എന്നെ കൊന്നിട്ട് നീ അംഗത്തിന് പോയും. അമ്മേ, എഴുന്നേക്കണമ്മേ. എന്റെ ശപഥം ഞാൻ പിൻവലിക്കില്ല. നിന്റെ ജീവനേക്കാൾ വലുതാണോ നിന്റെ ശപഥം? അതെ അമ്മേ, ഇത് വെറും ഒരു ശപഥമല്ല. എന്റെ ജനനം അംഗീകരിക്കാത്ത, എന്റെ അവകാശങ്ങൾ നിഷേധിക്കുന്നവരോടുള്ള ശപഥമാണ്. ചന്ദ്രപ്പൻ ഈ അംഗത്തിൽ നിന്ന് വളരെ പരമ്പര ദൈവങ്ങളാണ്, പിന്തിരിയില്ല. അമ്മ സമാധാനിക്കും. എന്റെ കയ്യിൽ പൂവും പ്രസാദവുമല്ല, വാളും പരിചയമാണ്. ഒക്കെ ഞാനേറ്റു. അങ്ങനെ ഒരു കൊമ്പിയുണ്ടോ? എവിടെ എന്റെ കുഞ്ഞിന്റെ അച്ഛൻ? എല്ലാത്തിനും ഞാൻ കൊല്ലും. എവിടെ ഇളവന്റെ ഉത്തരമേനി? എടാ കേസു, ഇത് എങ്ങനെ തറയ്ക്കൂടാ? എന്റെ ചങ്ങലയ്ക്ക് നീളമില്ലാശാനെ. ശരി, എന്നാലും നോക്കാം.